ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ചാപ്റ്റർ 1 റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ്. ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു റിവിഷൻ പോലെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഒപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതോടൊപ്പം ഈ ചാനലിൽ നിന്ന് കൂടുതൽ വീഡിയോസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് ആ ചാപ്റ്ററിൽ ആദ്യം വരുന്നത് ബേസിക്സ് ഓഫ് C++ൻ്റെ ബേസിക്സ് ആണ്. ഫസ്റ്റ് ബേസിക്സ് വരുന്നത് ക്യാരക്ടർ സെറ്റ്. നമുക്കറിയാം ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത് ലെറ്റേഴ്സ്, ഡിജിറ്റ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, വൈറ്റ് സ്പേസസ്, ഇതൊക്കെയാണ് ക്യാരക്ടർ സെറ്റ് ആയിട്ട് വരുന്നത്. സോ ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ സ്മോൾ ലെറ്റേഴ്സ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ദെൻ 0 to 9 ഡിജിറ്റ്സ്, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഹാഷ്, കോമ, സെമികോളൻ, കോളൻ, ഗ്രേറ്റർ ദാൻ, ഇതെല്ലാമാണ്. ദെൻ ബ്രാക്കറ്റ്സ്, ഇതെല്ലാമാണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. അതുപോലെ വൈറ്റ് സ്പേസസ്, നമ്മൾ സ്പേസ് ഉപയോഗിക്കുന്നത് ടാബ്, ന്യൂ ലൈൻ, ഇതെല്ലാം ക്യാരക്ടർ സെറ്റിൽ വരുന്നതാണ്. നെക്സ്റ്റ് വൺ ടോക്കൺസ്, ക്ലാസിഫൈഡ് ഇൻ ടു കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്, ഇതെല്ലാമാണ് ടോക്കൺസ് എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം കീവേഡ്സ് എന്ന് പറയുന്നത് റിസർവ്ഡ് വേർഡ്സ് തന്നെയാണ് നമ്മൾ കീവേഡ്സ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ലോങ്, ഇൻഡ്, സ്ട്രക്റ്റ്, ഈഫ്, ഇൻഡ് അല്ലാതെ ഇൻഡിജറിന് ഇൻഡ്, ഫ്ലോട്ടിന് ഫ്ലോട്ട്. സോ അങ്ങനെയുള്ള റിസർവ്ഡ് ആയിട്ടുള്ള വേർഡ്സ്, അതായത് ഓൾറെഡി കമ്പ്യൂട്ടർ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കീവേഡ്സ് എന്ന് പറയുന്നത്. ഐഡൻറ്റിഫയേഴ്സ്, യൂസർ ഡിഫൈൻ വേർഡ്സ്, അതായത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന വേർഡ്സ്. അതായത് ഒരു ഇൻറ്റ് എന്ന് പറയുന്ന ഇൻറ്റിജറിന് വേരിയബിളിന് നമ്മൾ നെയിം കൊടുക്കാറില്ല. ഇപ്പോൾ നം1 അങ്ങനെ വേരിയബിളിന് നെയിം കൊടുക്കാറുണ്ട്. സോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന വേർഡ്സിനെയാണ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. Literals are data used for representing fixed values. They can be used directly in the code. അതായത് ഫിക്സ്ഡ് വാല്യൂസിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ലിറ്ററൽസ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ്, ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്, അങ്ങനെയുള്ള കോൺസ്റ്റൻറ്റ്സ് എല്ലാം ലിറ്ററൽസ് ആണ്. സോ ഇതിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് നമ്മുടെ കോഡിൽ ഈ വാല്യൂസ് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അടുത്തത് ഓപ്പറേറ്റേഴ്സ് വരുന്നത് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, അതായത് പ്ലസ്, മൈനസ്, ഡിവിഷൻ, മോഡ് ഓപ്പറേറ്റർ, ദെൻ റിലേഷണൽ ഓപ്പറേറ്റർ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, അതുപോലെ ലോജിക്കൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റേഴ്സ്, ഇതെല്ലാമാണ് ഓപ്പറേറ്റേഴ്സ് വരുന്നത്. അതുപോലെ തന്നെ ചില സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ, അതായത് ഇൻപുട്ട് നൽകുന്നതിന് വേണ്ടി ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഔട്ട്പുട്ട് കിട്ടുന്നതിന് വേണ്ടി പുട്ട് ടു ഓപ്പറേറ്റേഴ്സും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ദെൻ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ, ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ, ദെൻ അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, അതായത് പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, സ്റ്റാർ ഈക്വൽ ടു, ഡിവിഷൻ ഈക്വൽ ടു, മോഡ് ഈക്വൽ ടു ഓപ്പറേറ്റേഴ്സ്. സോ ഇവിടെ പ്ലസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എ പ്ലസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താ, എ ഈക്വൽ ടു എ പ്ലസ് 1. സോ അതുപോലെ ഓപ്പറേറ്റേഴ്സും നമ്മളിവിടെ ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ പങ്ക്ച്വേറ്റേഴ്സ്, അതായത് കോമ, സെമികോളൻ, ഹാഷ്, ബ്രേസസ്, ഇതെല്ലാമാണ് നമ്മൾ ഉപയോഗിക്കുന്ന പങ്ക്ച്വേറ്റേഴ്സ്. അതുപോലെ ഡാറ്റ ടൈപ്സ്, ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് റെപ്രസെൻറ്റ് അറ്റോമിക് വാല്യൂസ് ആൻഡ് ദേ ഇൻക്ലൂഡ് ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ ആൻഡ് വോയിഡ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ പ്രോഗ്രാമിൽ ഡാറ്റ ടൈപ്സ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ആ ഒരു വേരിയബിളിൻ്റെ ടൈപ്പ് ഏതാണെന്ന് സൂചിപ്പിക്കാനായിട്ടാണ് ഡാറ്റ ടൈപ്സ് ഉപയോഗിക്കുന്നത്. സോ ഉദാഹരണമായിട്ട് ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്, ഇതെല്ലാമാണ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ടൈപ്പ് മോഡിഫയേഴ്സ്. ദ കീവേഡ് സൈൻഡ്, അൺസൈൻഡ്, ഷോർട്ട് ആൻഡ് ലോങ് ആർ ദി ടൈപ്പ് മോഡിഫയേഴ്സ്. ഇതെല്ലാമാണ് നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഷോർട്ട് ഇൻറ്റ്, നമ്മൾ ഷോർട്ട് എന്ന് പറയുന്ന ടൈപ്പ് മോഡിഫയർ ഉപയോഗിക്കാറുണ്ട്. അത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കാരണം ഇപ്പോൾ ഒരു ഇൻറ്റിജർ എന്ന് പറഞ്ഞ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് 4 ബൈറ്റ് ഓഫ് മെമ്മറി ആയിരിക്കും സേവ് ചെയ്യാനായിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അതേസമയം ഷോർട്ട് എന്ന് പറയുന്ന കീവേഡ് ആണ് അല്ലെങ്കിൽ ടൈപ്പ് മോഡിഫയർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 4 ബൈറ്റ്സിന് പകരം 2 ബൈറ്റ്സ് ഓഫ് മെമ്മറി മാത്രമേ ഇവിടെ അലോക്കേറ്റ് ആവുന്നുള്ളൂ. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. വേരിയസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ എ C++ പ്രോഗ്രാം. C++ പ്രോഗ്രാംസിലെ വേരിയസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം അതോടനുബന്ധിച്ച് തന്നെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്സിന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സോ ഈ പ്രോഗ്രാമിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഇതാണ് C++ പ്രോഗ്രാമിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹെഡർ ഫയൽ, അതിനുശേഷം മെയിൻ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുന്നു, അതോടൊപ്പം ക്ലോസ് ചെയ്യുന്നു. ദെൻ ഇൻറ്റ് num1 num2. സോ ഇവിടെ num1 num2 എന്ന് പറഞ്ഞ 2 വേരിയബിൾസ് നമ്മളോട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഇൻറ്റ് ആണ് ഇതിൻ്റെ ഡാറ്റ ടൈപ്പ്. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ
സി ഔട്ട് എൻ്റർ 2 ഇൻറ്റിജേഴ്സ്, അതായത് 2 ഇൻറ്റിജേഴ്സ് എൻ്റെ 2 ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞ് കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഔട്ട്പുട്ട് ചെയ്ത് കാണിക്കും അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. സോ ഈ ഒരു ഓപ്പറേഷനാണ് സി ഔട്ട് ആണ് എന്ത് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുപോലെ സി ഇൻ num1 num2, ഈ num1ൻ്റെയും num2ൻ്റെ വാല്യൂസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു, ഇൻപുട്ട് ചെയ്ത് കൊടുത്തു. ഇതിനെയാണ് എന്ത് പറയുന്നത്, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് വൺ സം ഓഫ് 2 നമ്പേഴ്സ് ആണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. സം ഈക്വൽ ടു num1 പ്ലസ് num2. സോ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. കാരണം സം എന്ന വേരിയബിളിലേക്ക് num1ൻ്റെയും num2ൻ്റെയും വാല്യൂ ആഡ് ചെയ്ത് അസൈൻമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഈ സം നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നു. സോ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്തും ഔട്ട്പുട്ടാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. സി ഔട്ട് num1 പ്ലസ് num2 ഈക്വൽ ടു സം. സോ വേരിയസ് സ്റ്റേറ്റ്മെൻറ്റ് C++ൽ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്, ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ ഇതിൽ തന്നെ വരുന്ന അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇൻക്രിമെൻറ്റ്, അതുപോലെ തന്നെ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ. സോ ഇത് 2 രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണമായിട്ട് എ പ്ലസ് പ്ലസ്, എ മൈനസ് മൈനസ്. സോ ഇതിന് പറയുന്ന പേരാണ് ഇത് പോസ്റ്റ് ഫിക്സ് മെത്തേഡ്. അതായത് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത് അതിന് ശേഷമാണ്, പോസ്റ്റ്. മനസ്സിലായോ? പോസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ടാമത് ഓപ്പറേറ്റർ വരുന്ന മോഡാണ് പോസ്റ്റ് ഫിക്സ് മെത്തേഡ്. പ്രീഫിക്സ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റർ ആദ്യമാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ പ്ലസ് പ്ലസ് എ, മൈനസ് മൈനസ് എ, ഇതാണ് പ്രീഫിക്സ് മെത്തേഡ്. അത് ഇവിടെ പോസ്റ്റ് ഫിക്സ് മെത്തേഡിന് പറയുന്നതാണ് യൂസ് ആൻഡ് ചേഞ്ച് മെത്തേഡ്. സോ ഇത് മാത്രം ഓർത്തിരിക്കുക. പോസ്റ്റ് ഫിക്സ് മെത്തേഡ് എന്ന് പറയുമ്പോൾ യൂസ് ആൻഡ് ചേഞ്ച് മെത്തേഡ്, അതായത് ആദ്യം ഉപയോഗിക്കും പിന്നീട് ചേഞ്ച് ചെയ്യും. ഉദാഹരണമായിട്ട് ഇപ്പോൾ എ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരു പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന സമയത്ത് ആദ്യം ആ വാല്യൂ എന്താണോ അത് ഡയറക്റ്റ്ലി ഉപയോഗിക്കും, അതിനുശേഷം മാത്രമേ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അതുപോലെ പ്രീഫിക്സ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ ചേഞ്ച് ചെയ്യും. അങ്ങനെ ഓർത്താൽ മതി, നേരത്തെ. സോ ചേഞ്ച് ആൻഡ് യൂസ് മെത്തേഡിനാണ് പ്രിഫിക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഒരു ഉദാഹരണം നോക്കാം. ഉദാഹരണമായിട്ട് നമ്മുടെ ഹെഡർ ഫയൽസ് എഴുതി ഇൻറ്റ് എ ഈക്വൽ ടു 10 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം ഇൻറ്റ് സി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. പിന്നീട് ഒരു അസൈൻമെൻറ്റ് ഓപ്പറേഷനാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. സി ഈക്വൽ ടു എ പ്ലസ് പ്ലസ്. അപ്പോൾ ഫസ്റ്റ് ഔട്ട്പുട്ട് ചെയ്തിരിക്കുന്നത് സി ഔട്ട് വാല്യൂ ഓഫ് എ പ്ലസ് പ്ലസ് ഈസ്, ദെൻ സി, അതായത് എ പ്ലസ് പ്ലസ് ഈസ് എന്ന് പറഞ്ഞ് സിയുടെ വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് സിയിൽ എന്ത് വാല്യൂ ആണോ ആദ്യം ഉള്ളത് അതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. സോ നമുക്കറിയാം എ പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് പോസ്റ്റ് ഫിക്സ് മെത്തേഡാണ്. പോസ്റ്റ് ഫിക്സ് മെത്തേഡ് എങ്ങനെയാണ്, യൂസ് ആൻഡ് ചേഞ്ച്, ആദ്യം ഉപയോഗിക്കും പിന്നീട് ചേഞ്ച് ചെയ്യും, അങ്ങനെ ഓർത്താൽ മതി. സോ സി ഈക്വൽ ടു എ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ ആദ്യം ആ വാല്യൂ ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും, 10 തന്നെ. എ പ്ലസ് പ്ലസിൻ്റെ വാല്യൂ 10 തന്നെ. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, വാല്യൂ ഓഫ് എ ഈസ് എ, അതായത് രണ്ടാമതാണ് വാല്യൂ ചോദിച്ചിരിക്കുന്നത്. അതായത് യൂസ് ആൻഡ് ചേഞ്ച്. സോ രണ്ടാമത് എ പ്ലസ് പ്ലസിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ചേഞ്ച് ചെയ്ത വാല്യൂ ആയിരിക്കും. ദാറ്റ് ഈസ് വാല്യൂ ഓഫ് എ ഈസ് 11. അതുപോലെ സി ഈക്വൽ ടു പ്ലസ് പ്ലസ് എ എന്ന് പറയുന്ന അസൈൻമെൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സി ഈക്വൽ ടു പ്ലസ് പ്ലസ് എ എന്ന് പറയുമ്പോൾ ചേഞ്ച് ആൻഡ് യൂസ്, വാല്യൂ ഡയറക്റ്റ്ലി ചേഞ്ച് ചെയ്തിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സോ നമുക്ക് പ്രിൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും, വാല്യൂ ഓഫ് പ്ലസ് പ്ലസ് എ ഈസ് 12. കാരണം 11 എന്ന് പറഞ്ഞ വാല്യൂ ആണ് ഇവിടെ സി ഉള്ളത്. സിക്ക് സ്റ്റെപ്പിൽ 11 എന്ന വാല്യൂ ആണ് ഇവിടെ എക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും എയുടെ വാല്യൂ 11 ആണ്. അതിനുശേഷം പ്ലസ് പ്ലസ് എ വിളിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഡയറക്റ്റ്ലി വാല്യൂ ആദ്യം ചേഞ്ച് ചെയ്യും. 11 എന്നുള്ളത് 12 ആകും. അതിനുശേഷമായിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഫോർ ലൂപ്പിൻ്റെ കേസ് തന്നെ ആലോചിച്ചാൽ മതി. ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ 1, ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷമല്ലേ ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവുന്നത്. അതായത് ഐ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ ആദ്യം ആ വാല്യൂ ഉപയോഗിച്ച് നമ്മൾ ആ ലൂപ്പ് എക്സിക്യൂഷൻ നടത്തിയ ശേഷമാണ് ആ എക്സിക്യൂഷൻ അല്ലെങ്കിൽ ആ ഇൻക്രിമെൻ്റ് ഓപ്പറേഷൻ അവിടെ നടക്കുന്നത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് വൺ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ ഇതെല്ലാമാണ് C++ൽ ഉപയോഗിക്കുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്, കണ്ടീഷണൽ ഓപ്പറേറ്റർ. സോ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ് ഇതാണ്. ഈഫ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ, ദെൻ സ്റ്റേറ്റ്മെൻറ്റ് 1. ഈഫ് എൽസിൻ്റെ എങ്ങനെയായിരിക്കും, ഈഫ് കണ്ടീഷൻ ഓർ എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെൻറ്റ് 1 എൽസ് സ്റ്റേറ്റ്മെൻറ്റ് 1. അതായത് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്വിച്ച് ഓഫ് എക്സ്പ്രഷൻ, then case value 1 equal to statement 1 break, case value 2 equal to statement 2 break. അതുപോലെ നമുക്ക് എത്ര കേസസ് ഉണ്ടോ അതെല്ലാം എഴുതാം.
അവസാനം ഒരു ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കണ്ടീഷണൽ ഓപ്പറേറ്റർ, അതായത് ഈഫ് എൽസിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്ത് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഈഫ് ലൂപ്പിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈഫ് എക്സ് ഈക്വൽ ടു 100 സി ഔട്ട് എക്സ് ഈസ് 100. അതുപോലെ ഈഫ് എക്സ് ഈക്വൽ ടു 50 സി ഔട്ട് എക്സ് ഈസ് 50 എൽസ് സി ഔട്ട് എക്സ് ഈസ് നോട്ട് 50. മനസ്സിലായല്ലോ? അതായത് എക്സ് 50 ആണെങ്കിൽ എക്സ് 50 ആണെന്ന് പ്രിൻറ്റ് ചെയ്യുക, അതേസമയം എക്സ് 50 അല്ലെങ്കിൽ എക്സ് ഈസ് നോട്ട് 50 എന്ന് പ്രിൻറ്റ് ചെയ്യുക. ക്ലിയർ ആയോ? സോ സിമിലർലി കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ കണ്ടീഷണൽ ഓപ്പറേറ്റർ വെച്ച് നമ്മൾ ആ എക്സാമ്പിൾ ചെയ്ത ശേഷം അതിൻ്റെ വാല്യൂ VAR എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ y ലെസ് ദാൻ 10. സോ ക്വസ്റ്റ്യൻ മാർക്ക്. സോ ഇവിടെ എന്താ ചെക്ക് ചെയ്യുന്നത്? വൈയുടെ വാല്യൂ 10-നേക്കാളും ചെറുതാണോ എന്ന് നോക്കും. ചെറുതാണെങ്കിൽ 30 ആയിരിക്കും വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നത്. സോ അല്ല എങ്കിൽ 40 ആയിരിക്കും വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നത്. സോ നമ്മൾ ഈ ലൂപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ഈ y ലെസ് ദാൻ 10 then assign VAR equal to 30 else VAR equal to 40. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് if else ലൂപ്പിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ചെയ്യുന്നത്. സോ കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ ക്വസ്റ്റ്യൻ മാർക്കിന് മുൻപ് ആയിരിക്കും നമ്മൾ ആ കണ്ടീഷൻ എഴുതുന്നത്. അതിന് ശേഷം ആദ്യം എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ രണ്ടാമത് ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിൽ രണ്ടാമത് എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് ആണ് കോളന് ശേഷം എഴുതുന്നത്, അതിനുശേഷം സെമി കോളൻ. നെക്സ്റ്റ് വൺ, പ്രോഗ്രാം ടു ഡിസ്പ്ലേ വേർഡ് ഫോർ എ ഗിവൺ ക്യാരക്ടർ. ഇപ്പോൾ നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഒരു പ്രോഗ്രാമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് CH എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഡിക്ലെയർ ചെയ്തു. ഇതാണ് സി ഔട്ട് പ്രിൻറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഏത് ക്യാരക്ടറാണ് നമുക്ക് വേണ്ടത് അത് എൻ്റർ ചെയ്യാനായിട്ടാണ് CH എന്ന് പറയുന്ന, അതായത് ഇൻപുട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദെൻ സ്വിച്ച് CH, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ A എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഈ CHലേക്ക് വരുന്ന A എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. ദെൻ കേസ് A എക്സിക്യൂട്ട് ചെയ്യും, അതായത് A എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ അബാക്കസ് എന്ന് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. അതിനുശേഷം പ്രോഗ്രാം ബ്രേക്ക് ആവും. സോ നമുക്ക് ഔട്ട്പുട്ട് അബാക്കസ് എന്ന് കിട്ടും. അതേസമയം നിങ്ങൾ B ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിലോ കേസ് B എക്സിക്യൂട്ട് ചെയ്യും, ബൈനറി എന്നായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്, ബ്രേക്ക്. അതുപോലെ നിങ്ങൾ ഏത് വേർഡാണോ അല്ലെങ്കിൽ ഏത് ലെറ്റർ ആണോ എൻ്റർ ചെയ്യുന്നത് ആ ലെറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേസ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതല്ല നിങ്ങൾ ABCD ഇതിലൊന്നുമല്ല എൻ്റർ ചെയ്തത്, വേറെ ഏതെങ്കിലും ഒരു ലെറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ഡിഫോൾട്ട് ആയിട്ടുള്ള ഔട്ട്പുട്ട്, അതായത് ഇൻവാലിഡ് ഇൻപുട്ട് എന്ന് പറയുന്ന ഡിഫോൾട്ട് ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. സോ ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻറ്റാക്സും അതിൻ്റെ ഒരു സിമ്പിൾ പ്രോഗ്രാമും. നെക്സ്റ്റ് വൺ, C++ൽ ഉപയോഗിക്കുന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. സോ നമ്മളറിയാം മെയിനായിട്ട് 3 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് C++ൽ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ വൈൽ, നെക്സ്റ്റ് വൺ ഫോർ, ദെൻ ഡു വൈൽ. ഫോർ എക്സാമ്പിൾ നമ്മൾ നോർമൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഹലോ വേൾഡ് നമുക്ക് 6 ടൈംസ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം സ്ക്രീനിൽ. സോ നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇൻറ്റ് മെയിൻ സി ഔട്ട് ഹലോ വേൾഡ് /n, സി ഔട്ട് ഹലോ വേൾഡ് /n. ന്യൂ ലൈനിൽ വരുന്നതിന് വേണ്ടിയാണ് ഇവിടെ /n കൊടുത്തിരിക്കുന്നത്. സോ ഇങ്ങനെ 6 പ്രാവശ്യം നമ്മൾ പ്രിൻറ്റ് ചെയ്യണം. അതുപോലെ ചിലപ്പോൾ ഒരു 1000 ടൈംസ് ആണെങ്കിലോ 1000 ടൈംസ് നമ്മൾ എന്ത് ചെയ്യണം? 1000 പ്രാവശ്യവും ഈ ഹലോ വേൾഡ് ഹലോ വേൾഡ് ഹലോ വേൾഡ് എന്ന് എഴുതി കൊടുക്കണം. സോ അതിന് പകരം വളരെ ഈസി ആയിട്ട് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ചെയ്യാം. ഉദാഹരണമായിട്ട് നേരത്തെ പറഞ്ഞ ആ എക്സാമ്പിൾ തന്നെ ഫോർ ലൂപ്പ് വെച്ച് നമ്മൾ എങ്ങനെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ ഫോർ ലൂപ്പിൻ്റെ സിൻറ്റാക്സ് ഇതാണ്. ഫസ്റ്റ് ഫോർ ലൂപ്പിൻ്റെ അകത്ത് ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അതിനുശേഷം ടെസ്റ്റ് എക്സ്പ്രഷൻ, ദെൻ അപ്ഡേറ്റ് എക്സ്പ്രഷൻ, ദെൻ കേളി ബ്രേസസിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതാണോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അത്. സോ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹാഷ് ഇൻക്ലൂഡ് iostream.h ഹെഡർ ഫയൽ എഴുതി, അതിനുശേഷം മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് I എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ നമ്മൾ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം നമുക്കിപ്പോൾ അറിയാം 6 പ്രാവശ്യമാണ് സ്ക്രീനിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. സോ നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുന്നത്? ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ എന്തായിരിക്കും? ഇൻറ്റ് I = 1, ഐയുടെ വാല്യൂ 1 എന്ന് പറഞ്ഞു ഇനിഷ്യലൈസ് ചെയ്തു. ദെൻ I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6, ഐയുടെ വാല്യൂ 1 തുടങ്ങി 6 വരെയാണ് ഇവിടെ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ ഓരോ പ്രാവശ്യം ഫസ്റ്റ് 1 ആണ്, പിന്നീട് ഐയുടെ വാല്യൂ 2 ആവണം. സോ അങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയാണ് ഇവിടെ I++ എന്ന് പറയുന്ന അപ്ഡേറ്റ് എക്സ്പ്രഷൻ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ഏത് വേർഡാണോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ കേളി ബ്രേസസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഫോർ ലൂപ്പിനകത്ത് ആകെ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നേരെ ഡയറക്റ്റ്ലി എഴുതിയിരിക്കുന്നത് സി ഔട്ട് ഹലോ വേൾഡ് ന്യൂ ലൈൻ. സോ ഇത് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് 6 ടൈംസ് ഹലോ വേൾഡ് എന്ന് സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്യും. സോ ഇനി അടുത്തത് വൈൽ ലൂപ്പ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? വൈൽ ലൂപ്പിൻ്റെ സിൻറ്റാക്സ് ഇതാണ്. ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, അതിനുശേഷം വൈൽ ലൂപ്പിൻ്റെ അകത്ത് ടെസ്റ്റ് എക്സ്പ്രഷൻ,
ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ കേളി ബ്രേസസിനകത്ത് തന്നെയാണ് അപ്ഡേറ്റ് എക്സ്പ്രഷനും എഴുതേണ്ടത്. സോ ഒരു സിമ്പിൾ പ്രോഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഷ് ഇൻക്ലൂഡ് iostream.h, ദെൻ ഇൻറ്റ് മെയിൻ, അതിനുശേഷം ഫസ്റ്റ് എഴുതുന്നത് എന്താ, ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, ഇൻറ്റ് i = 1 എന്ന് പറയുന്ന ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ടെസ്റ്റ് എക്സ്പ്രഷൻ, ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഐയുടെ വാല്യൂ <6 ആണോ എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. സോ while I <6, then cout hello world, then update expression i++. സോ ഇവിടെ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എവിടെ വരെ ആയിരിക്കും, ഐയുടെ വാല്യൂ 1 തുടങ്ങി 6-നേക്കാളും ചെറുത് വരെ. സോ 1, 2, 3, 4, 5 വരെയുള്ള വാല്യൂസിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും ഇവിടെ നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ. ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, ഡു സ്റ്റേറ്റ്മെൻറ്റ്സ്, അപ്ഡേറ്റ് എക്സ്പ്രഷൻ, ദെൻ വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ. സോ ഈ വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വൈൽ ലൂപ്പിൽ എന്തായിരിക്കും, ആദ്യം എക്സ്പ്രഷൻ ടെസ്റ്റ് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ മാത്രമേ നമ്മുടെ ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അതല്ല ഇവിടെ തന്നെ ആ ഒരു എക്സ്പ്രഷൻ തെറ്റാണെങ്കിൽ എന്ത് ചെയ്യാൻ സംഭവിക്കുന്നത്, ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യില്ല, പകരം അടുത്ത ലൈനിലേക്ക് കോഡ് പോകും. അതേസമയം ഡു ആദ്യത്തെ ഒരു പ്രാവശ്യം ചെയ്യുക എന്നാണ് ഈ ഡു വൈലിൻ്റെ മീനിങ്. സോ അങ്ങനെ ഓർത്താൽ മതി, എക്സാമിന് നിങ്ങൾക്ക് തെറ്റാതെ എഴുതാൻ പറ്റും ഡു വൈൽ. സോ ആദ്യം എന്തായാലും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, അതിനുശേഷമായിരിക്കും എന്ത്, ആ എക്സ്പ്രഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. ശരിയാണെങ്കിൽ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. സോ അങ്ങനെയാണ് ഈ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. സോ ആദ്യം എന്താണ്, i = 2 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിവിടെ ഇനിഷ്യലൈസ് ചെയ്തു. അതിനുശേഷം ഡു എന്ന് പറയുന്ന ലൂപ്പിൻ്റെ അകത്താണ് നമ്മൾ ആ ബോഡി ഏതൊക്കെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് എഴുതുന്നത്. സോ ഫസ്റ്റ് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, cout hello world, അതായത് ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്യുക. സോ നോർമലി എന്താ സംഭവിക്കുന്നത്, ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്ത് വരും, കാരണം ഇവിടെ ഒരു പ്രത്യേകിച്ച് ചെക്കിംഗ് ഒന്നും നടക്കുന്നില്ല. അതിനുശേഷമാണ് എന്താ വാല്യൂ ഇൻക്രിമെൻ്റ് ആവുന്നത്. സോ ഇവിടെ 2 എന്ന് പറയുന്ന വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്ത് 3 ആവുന്നുണ്ട്. സോ അതിനുശേഷം i <1, ഐയുടെ വാല്യൂ 1-നേക്കാളും ചെറുതാണോ എന്ന് നോക്കുന്നത്. സോ ഇവിടെ ഐയുടെ വാല്യൂ 3 ആണ്. സോ <1 അല്ല. അപ്പോൾ എന്താ പറ്റുന്നത്, വീണ്ടും ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യലേ, ഇവിടെ നിന്ന് എക്സിറ്റ് ആവും. സോ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, ഹലോ വേൾഡ്. സോ ഡു വൈൽ ലൂപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലായോ. അതായത് ആദ്യം ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും ഒരു പ്രാവശ്യം, അതിന് ശേഷമാണ് വൈൽ ലൂപ്പ് ചെക്ക് ചെയ്യുന്നത്. ചെക്ക് ചെയ്ത ശേഷം എന്താണോ നമുക്ക് കിട്ടുന്ന റിസൾട്ട് അതിനനുസരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുന്നതും. അടുത്തത് നെസ്റ്റഡ് ലൂപ്പ്. ഒരു ലൂപ്പിൻ്റെ അകത്ത് മറ്റൊരു ലൂപ്പ് പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെസ്റ്റ് ചെയ്തിരിക്കുന്ന ലൂപ്പ് എന്ന് പറയുന്നത്. സോ പ്ലേസിങ് എ ലൂപ്പ് ഇൻസൈഡ് ദ ബോഡി ഓഫ് അനദർ ലൂപ്പ് ഈസ് കോൾഡ് നെസ്റ്റിംഗ് ഓഫ് എ ലൂപ്പ്. സോ ഈ ഒരു എക്സാമ്പിളിൽ ഈ പുറത്തുള്ള ലൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഔട്ടർ ലൂപ്പ്, അകത്തുള്ളതിനെയാണ് ഇന്നർ ലൂപ്പ് എന്ന് പറയുന്നത്. സോ നെസ്റ്റഡ് ലൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് എന്താണോ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അകത്തുള്ള ലൂപ്പ് അത് എക്സിക്യൂട്ട് ചെയ്യും. എങ്ങനെ, ഫോർ ലൂപ്പ്, അതായത് നമ്മുടെ ഔട്ടർ ലൂപ്പിലെ നമ്പർ എത്രയാണോ അത്രയും ടൈംസ് എന്ത് ചെയ്യും, നമ്മുടെ ഇന്നർ ലൂപ്പ് ഓരോ പ്രാവശ്യവും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. നോർമലി ഒരു ലൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം. ഐയുടെ വാല്യൂ 1 തുടങ്ങി ഐയുടെ കണ്ടീഷൻ <2 വരുന്നത് വരെ എന്ത് ചെയ്യും, ആ കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യും. സോ ഇവിടെ കണ്ടീഷന് പകരം വീണ്ടും ഒരു ലൂപ്പാണ്. സോ നേരത്തെ പറഞ്ഞ അതേ കോൺസെപ്റ്റ് തന്നെയാണ്. ആ ലൂപ്പ് എത്ര പ്രാവശ്യമാണോ വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് തന്നെ ഇവിടെയുള്ള ആ ഇന്നർ ലൂപ്പും വർക്ക് ചെയ്യും. ഇവിടെ വാല്യൂ 1 ആകുന്ന സമയത്ത് ജെയുടെ വാല്യൂ 1 തുടങ്ങി <3 ആവുന്നത് വരെ ഈ ലൂപ്പ് ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. പിന്നീട് ഐയുടെ വാല്യൂ 2 ആവുമ്പോഴും ജെയുടെ വാല്യൂ 1 തുടങ്ങി 3 ആവുന്നത് വരെ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. സോ ഇങ്ങനെയാണ് ഈ ലൂപ്പിൻ്റെ വർക്കിംഗ് വരുന്നത്. ഉദാഹരണമായിട്ട് ഐട്രേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ഐയുടെ വാല്യൂ ഔട്ടർ ലൂപ്പിൻ്റെ വാല്യൂ 1. സോ 1 ആവുമ്പോൾ ഇന്നർ ലൂപ്പിൻ്റെ വാല്യൂ 1, ദെൻ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് 1 and 1. അതുപോലെ ഐയുടെ വാല്യൂ വീണ്ടും ഔട്ടർ ലൂപ്പ് ചേഞ്ച് ആവുന്നില്ല, കാരണം ഇന്നർ ലൂപ്പിൽ തന്നെ 1 to 3 വരെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാറുണ്ട്. സോ ഇന്നർ ലൂപ്പ് ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമേ ഇതിൽ നിന്ന് എക്സിറ്റ് ആവുന്നുള്ളൂ. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്, വീണ്ടും ഇന്നർ ലൂപ്പിൽ 2 ആവുന്നു, നമുക്ക് ഔട്ട്പുട്ട് 1 and 2 എന്ന് കിട്ടുന്നു. ദെൻ ഇന്നർ ലൂപ്പ് ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നു 1 and 3. സോ ഇന്നർ ലൂപ്പ് ഫുൾ എക്സിക്യൂട്ട് ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്ന് എക്സിറ്റ് ആവും. സോ വീണ്ടും കൺട്രോൾ എവിടേക്ക് പോകും, ഔട്ടർ ലൂപ്പിലേക്ക് പോകും. സോ ഔട്ടർ ലൂപ്പിലെ വാല്യൂ ഇപ്പോൾ 2 ആയിട്ടുണ്ടാവും. സോ സിമിലർലി നേരത്തെ 1 എക്സിക്യൂട്ട് ചെയ്ത പോലെ തന്നെ 2 എന്ന് പറയുന്ന ഇന്നർ ലൂപ്പിനും ആ ഔട്ടർ ലൂപ്പിനും കറസ്പോണ്ടിങ് ഇന്നർ ലൂപ്പ് ഒരു പ്രാവശ്യം വർക്ക് ചെയ്യും. സോ ഇങ്ങനെ എത്ര ടൈംസാണ് നമ്മൾ ആ ലൂപ്പ് എഴുതുന്നത്, ഔട്ടർ ലൂപ്പ് വർക്ക് ചെയ്യുന്ന അതേ മോഡിൽ തന്നെ, അല്ലെങ്കിൽ ഔട്ടർ ലൂപ്പ് എത്ര ടൈംസ് ആണോ ഇന്നർ ലൂപ്പ് വർക്ക് ചെയ്യാൻ പറയുന്നത് അത്രയും ടൈംസ് തന്നെ ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇങ്ങനെയുള്ള ലൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് വൺ ജംപ് സ്റ്റേറ്റ്മെൻറ്റ്. C++ൽ ഉപയോഗിക്കുന്ന ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണത്? ഫസ്റ്റ് ഉപയോഗിക്കുന്നത് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ഗോ ടു, സോ ഈ പേരിൽ തന്നെയുണ്ട്, അതായത് ഏതെങ്കിലും നമുക്കൊരു പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗത്തേക്ക് പെട്ടെന്ന് പോകണം, ജമ്പ് ചെയ്യണം. സോ ജംപ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മീനിങ് എന്താ? ജമ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് ചാടിപ്പോവുക എന്നല്ല എൻ്റെ മീനിങ്. അതുപോലെ തന്നെ പ്രോഗ്രാമിങ്ങിൽ ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പർട്ടിക്കുലർ ലൈനിൽ നിന്ന് വേറൊരു ലൈനിലേക്ക് നമുക്ക് പെട്ടെന്ന് ജമ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എന്ത്? ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ ആദ്യം വരുന്നതാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. സോ പേരിൽ തന്നെയുണ്ട് ഗോ ടു, ഇന്ന സ്ഥലത്തേക്ക് പോവുക എന്നല്ലേ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അതായത് ദ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ ടു എനിവർ ഇൻ ദ ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ്റെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് പ്രോഗ്രാം കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യാം. അതായത് ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്നത്. സോ ഗോ ടു ലേബൽ, ടു സ്പേസ് ലേബൽ, ഇത് പറഞ്ഞിരിക്കുന്നത് എന്താ? ലേബലിലേക്ക് പോവുക. അപ്പോൾ ലേബൽ എവിടെയാണോ നമ്മൾ ആ പ്രോഗ്രാമിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കും. സോ ലേബൽ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്, ലേബൽ കോളൻ, സെമി കോളൻ അല്ല, ഇത് കോളൻ ആണ്. സോ ഈ ഗോ ടു ലേബൽ എന്ന് പറയുമ്പോൾ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ഈ ലൈനിൽ നിന്ന് ഡയറക്റ്റ് എവിടേക്ക് പോകും? ഈ ലൈനിലേക്ക് പോകും. ഉദാഹരണമായിട്ട് ഇൻറ്റ് i = 1 സ്റ്റാർട്ട്. സ്റ്റാർട്ട് എന്ന് പറയുന്ന ലേബലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലേബലിൻ്റെ സിൻറ്റാക്സ് എങ്ങനെയാണ് വരുന്നത്? ലേബൽ നെയിം കോളൻ. സോ സ്റ്റാർട്ട് കോളൻ എന്ന് പറയുന്ന ലേബലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദെൻ പ്രോഗ്രാം നമ്മൾ നോർമൽ എഴുതുന്ന പോലെ എഴുതി. സി ഔട്ട് ഐയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നു, ++y ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ i <= 50, ഐയുടെ വാല്യൂ <= 50 ആണെങ്കിൽ ഗോ ടു സ്റ്റാർട്ട്, അതായത് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ സ്റ്റാർട്ടിലേക്ക് പോവുക. സ്റ്റാർട്ടിലേക്ക് എന്ന് പറയുമ്പോൾ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം പ്രോഗ്രാം വീണ്ടും പോകുന്നത് ഇവിടേക്കായിരിക്കും. വീണ്ടും ഒന്നുകൂടി സി ഔട്ട് എക്സിക്യൂട്ട് ചെയ്യും. ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. അടുത്തത് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഉദാഹരണമായിട്ട് i = 1 while i <= 10 seen num if num = 0 break. ദെൻ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഈ പ്രോഗ്രാമിൽ തന്നെ നം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 0 ആകുന്ന സമയത്ത്, അതായത് ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 0 ആവും. നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ, ഇപ്പോൾ ഇവിടെ സീൻ നം എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കീബോർഡിലൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂ ആണല്ലേ. അപ്പോൾ ഈ ലൂപ്പ് i <= 10 ടൈംസ് എൻ്റർ ചെയ്യുന്ന സമയത്തെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുക്കും. സോ വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ കീബോർഡിലൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂ 0 ആണെങ്കിൽ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ബ്രേക്ക് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ഈ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരും. സോ കംസ് ഔട്ട് ഓഫ് ദി ലൂപ്പ്. ക്ലിയർ ആയോ? അതായത് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത് ഈ പ്രോഗ്രാം കൺട്രോൾ ഒരു സ്വിച്ച് ബ്ലോക്കിൻ്റെ പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു ലൂപ്പിൻ്റെ പുറത്തേക്ക് നമുക്ക് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെയുള്ള കേസസിലാണ് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? ഇവിടെ തന്നെ 0 വരുന്ന കേസിൽ പിന്നീട് ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യില്ല, എൻ്റേർഡ് ദ നമ്പർ ഈസ് എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കില്ല. പകരം ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബ്രേക്ക് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യാതെ, ബ്രേക്ക് കഴിഞ്ഞ ശേഷമുള്ള ലൂപ്പിനകത്തുള്ള കോഡൊന്നും എക്സിക്യൂട്ട് ചെയ്യാതെ ലൂപ്പിൻ്റെ പുറത്തേക്കായിരിക്കും കോഡിൻ്റെ കൺട്രോൾ പോകുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് വൺ കണ്ടിന്യൂസ്. ദ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിന്യൂ ഈസ് അനദർ ജംപ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ്ഡ് ഫോർ സ്കിപ്പിംഗ് ഓവർ എ പാർട്ട് ഓഫ് കോഡ് വിത്തിൻ ദ ലൂപ്പ് ബോഡി ആൻഡ് ഫോഴ്സിങ് ദ നെക്സ്റ്റ് ഐട്രേഷൻ. അതായത് കണ്ടിന്യൂ എന്ന് പറയുന്നതും ഒരു ജംപ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. സോ ഈ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത് നമ്മൾ പ്രോഗ്രാമിൽ ലൂപ്പിൽ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യുകയാണ്. സോ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കോഡ് സ്കിപ്പ് ചെയ്ത ശേഷം അല്ലെങ്കിൽ അത് ചെയ്യാതെ അടുത്ത ഐട്രേഷനിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് കണ്ടിന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുക. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫോർ i = 1 i <= 10 ++i if ദെൻ ഐയുടെ വാല്യൂ 1 തുടങ്ങി <=10 വരെയാണ് ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ലൂപ്പിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താ? ഇഫ് i = 6 ആണെങ്കിൽ കണ്ടിന്യൂ, അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? ഐയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുക. സോ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വരുന്നത്. 1 2 3 4 5 6 ഇല്ല, പകരം 7 8 9 10. കണ്ടിന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താ? കറൻറ്റ് എന്താണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ കറൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഐട്രേഷൻ സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് ഐട്രേഷനിലേക്ക് പോകാനായിട്ടാണ്
കണ്ടിന്യൂ ഉപയോഗിക്കുന്നത്. സോ ഇവിടെ i=6 നമ്മൾ എന്ത് ഉപയോഗിച്ചിരിക്കുന്നത്, കണ്ടിന്യൂ ഉപയോഗിച്ചിരിക്കുന്നത്. സോ i=6 ആവുന്ന സമയത്ത് ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യില്ല, അതിന് പകരം അടുത്ത ഇറ്ററേഷനിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് 6 എന്ന് പറയുന്ന ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടാഞ്ഞത്. 6 എക്സിക്യൂട്ട് ചെയ്യാതെ നെക്സ്റ്റ് ഇറ്ററേഷൻ എന്ന് പറയുന്നത് 7 എക്സിക്യൂട്ട് ചെയ്യും. 7 എന്ന് പറയുന്ന വാല്യൂ പ്രിന്റ് ചെയ്യും. ആ ഒരു ഇറ്ററേഷനിലേക്കായിരിക്കും പോകുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇന്നത്തെ റിവിഷൻ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് മനസ്സിലായെങ്കിൽ ദയവായി ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായി എന്ന് എനിക്ക് അറിയാൻ സാധിക്കൂ. അതോടൊപ്പം ഈ ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഒപ്പം ഈ ചാനലിൽ നിന്ന് ഒരുപാട് ഇനിയും വീഡിയോസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്